ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ വീടാണ്, ഒരു പ്രോബ്ലം ഇല്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവർക്ക് ഇവിടെ വന്ന് സന്തോഷമായിട്ട് നിൽക്കാം, അതിനകത്ത് വേറൊരു പ്രശ്നമില്ല കേട്ടോ. പ്രിയരെ, കഴിഞ്ഞ 3.5 വർഷങ്ങൾക്ക് മുൻപ് സ്നേഹത്തണൽ എന്നൊരു സംരംഭം ആരംഭിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് സഹായിച്ചു. അതിൻ്റെ കട്ടളവപ്പിനോട് ബന്ധപ്പെട്ടാണ്, മുകളിലത്തെ നില ഞങ്ങൾ പണിയുകയാണ്. കട്ടളവപ്പിനോട് ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ കടന്നു വന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ ഇത്രയും അന്തേവാസികളെ, ഇത്രയും കാര്യങ്ങളുമൊക്കെ സർവശക്തനായ ദൈവം ഒരുക്കി തന്നു. ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും സാഹോദര്യത്തോടെ, ഏറ്റവും ഐശ്വര്യത്തോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കുഞ്ഞു മക്കളൊക്കെ മുന്നോട്ട് കടന്നു പോകുന്നു. നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കാളികളാകാം. നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ, നിങ്ങളുടെ ജന്മദിനം, നിങ്ങളുടെ വിവാഹ വാർഷികം, നിങ്ങളുടെ പ്രത്യേക വിശേഷ ദിവസങ്ങൾ നിങ്ങളോട് കൂടെ വന്ന് നിങ്ങൾക്ക് ആഹാരം കഴിക്കുകയും നിങ്ങൾക്കതിൽ പങ്കാളികളാകുകയും ചെയ്യാം. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. സ്നേഹത്തണൽ എന്ന സംരംഭത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ മെഴുത്ത നിലയിലേക്കുള്ള പണി ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഇനിയും ഏകദേശം ഒരു 50ഓളം ആളുകളെ മുകളിൽ താമസിപ്പിക്കത്തക്ക പോലെ അതിൻ്റെ കാര്യങ്ങൾ ഇന്ന് കട്ടള വെച്ചിരിക്കുകയാണ്. ദൈവം ഇതുവരെ ഞങ്ങളെ നടത്തി. ബാക്കിയുള്ള പണികൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പുതിയ സംരംഭം നമ്മൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. ദയാവേഷങ്ങൾ ആ വിഷയത്തിന്മേൽ നമ്മോട് കൂടെ ഉണ്ടാകേണ്ടതിന് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന സ്നേഹത്തോടെ നിങ്ങളെ എല്ലാവരെയും ഓർപ്പിക്കുന്നു. ഈ പോൽക്കാലം നമുക്ക് ഒന്നിച്ചിവിടെ പങ്കെടുത്ത് ഇടയാക്കിയല്ലോ. ഈ സ്നേഹത്തണലിൽ ആമേൻ 3.5 വർഷക്കാലമായി ഇവിടെ ആമേൻ ആരംഭിച്ചിട്ട് താഴത്തെ ഒരു നില മാത്രമേ നമുക്കുണ്ടായിരുന്നു. അതിൻ്റെതായ പരിമിതികളുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ആമേൻ തക്ക സമയമായപ്പോൾ മുകളിലത്തെ ഒരു നിലയോടെ പണിയുവാന്നൊക്കെ വേണം കർത്താവ് അവസരങ്ങളെ ഒരുക്കി. ആമേൻ പ്രിയപ്പെട്ടവരെ കർത്താവിനെ ഒരുക്കി. ഇന്ന് പോൽക്കാലം അതിൻ്റെതായ കട്ടൽ വെക്കുന്നതായ ആമേൻ ആ ദിവസമാണ്. അതിലേക്ക് ആ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പ്രിയരെ, ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ സ്നേഹത്തണലിൻ്റെ പ്രവർത്തനങ്ങൾ ഇത്രയും അനുഗ്രഹമായി നടക്കാൻ കർത്താവ് സഹായിച്ചു. നമ്മളേറെ നാളുകളായി പ്രാർത്ഥിക്കുകയായിരുന്നു. സ്നേഹത്തണലിൻ്റെ മുകളിലേക്ക് താഴെ ആളുകൾക്ക് താമസിക്കാനുള്ള പരിമിതികളുണ്ട്. നമ്മുടെ ഹോളിലായിട്ട് ആളുകൾ താമസിക്കുകയായിരുന്നു. നിരവധി ആളുകൾ നമ്മെ വിളിക്കുകയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആളുകൾ നമുക്ക് നിരവധി ആളുകൾ എടുക്കുവാനുള്ള ഇൻറ്റിമേഷൻ തരികയൊക്കെ ചെയ്തു. നമുക്ക് സ്ഥലപരിമിതികളുണ്ട്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട സൈച്ചാനും സഹോദരങ്ങൾ ചേർന്ന് നമ്മോട് മുകളിലേക്കുള്ള പണി ആരംഭിക്കുകയാണെന്ന് നമ്മെ അറിയിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് അതിൻ്റെ പണി ആരംഭിക്കുകയാണ്. അതിൻ്റെ കട്ടള വെക്കുന്ന ദിവസമാണ്. നാം ഒരുമിച്ച് എല്ലാ സംരംഭങ്ങളും ദൈവത്തിൻ്റെ കരത്തിലേക്ക് നാം ഒരുമിച്ച് സമർപ്പിക്കുകയാണ്. പ്രിയരെ, നാം ഒരുമിച്ച് ഇതിൻ്റെ കട്ടള വെച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പ്രവേശിച്ച് ഈ സ്നേഹത്തണലിലെ പണി എത്രയും വേഗത്തിൽ അവസാനിക്കേണ്ടതിന് ഇവിടെ നിരവധി അന്തേവാസികൾ, നിരവധി ആലംബഹീനരായുള്ള പ്രിയപ്പെട്ടവർ ഇതിനകത്ത് താമസമാക്കേണ്ടതിന് നാം ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ പ്രാർത്ഥിക്കുന്നു. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവാർ ബലവാനും വീരനുമായ സൈന്യങ്ങളുടെ യഹോവ തന്നെ അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. സർവശക്തിയുള്ള താതനെ, അങ്ങയുടെ കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉലകത്തിന് അടിസ്ഥാനമിട്ട, ഞങ്ങളെ സൃഷ്ടിച്ച് ഞങ്ങളെ ഇവിടം വരെ ആക്കിയ, ഈ സ്നേഹത്തണലിന് വേണ്ടി സംരംഭങ്ങൾ തുടങ്ങിയ കർത്താവിൻ്റെ കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇതിൻ്റെ പണികൾ വേഗത്തിൽ നടക്കട്ടെ കർത്താവേ. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ സർവശക്തിയുള്ള ദൈവം ഇടയാക്കുന്നതിന് സ്തോത്രം. ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാ കരങ്ങളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള അന്തേവാസികൾ വന്നു ചേരാനുള്ള പ്രിയപ്പെട്ടവർ എല്ലാത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. താതൻ്റെ വലിയ അത്ഭുതങ്ങൾക്കായി സ്തോത്രം. ഇതിന് മേൽനോട്ടം വഹിക്കുന്നവർക്കായി സ്തോത്രം. ഇത് പണിയിപ്പിക്കുന്നവർക്കായി, ഇതിൻ്റെ എഞ്ചിനീയേഴ്സിനായിട്ട് എല്ലാവർക്കും നന്ദി പറയുന്നു കർത്താവേ. യാതൊരു അനർത്ഥങ്ങളും ഉണ്ടാകരുത്, യാതൊരു പ്രതിസന്ധിയും ഉണ്ടാകരുത്. യേശുവിൻ്റെ രക്തത്തിൽ മറച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനത്തിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എത്രയും വേഗത്തിൽ പണി പൂർത്തീകരിക്കട്ടെ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ വീടാണ്, ഒരു പ്രോബ്ലം ഇല്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവർക്ക്
അവർക്ക് ഇവിടെ വന്ന് സന്തോഷമായിട്ട് നിൽക്കാം. അതിനകത്ത് വേറൊരു പ്രശ്നമില്ല കേട്ടോ. അമ്മ നമുക്ക് പുതുതായിട്ട് കിട്ടിയ നമ്മുടെ അന്തേവാസിയാണ്. എത്ര വയസ്സുണ്ട്? 15 വയസ്സുണ്ട്. ജിനു എന്നാണ് പേര്. ജിനുവിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അവൻ്റെ അമ്മയ്ക്ക് അവനെ വീട്ടിൽ നിർത്താൻ പ്രയാസമാണ്. ഞാൻ തുറന്നു പറഞ്ഞാൽ അവൻ എല്ലാവരെയും തല്ലും. അതായിരുന്നു അവൻ്റെ അവസ്ഥ. അവൻ എങ്ങും ഉറച്ചു നിൽക്കുകയില്ല. നമ്മൾ അവനെ എടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. പഠിപ്പിച്ച് സ്കൂളിലൊക്കെ വിട്ട് ഏറ്റവും മാന്യമായിട്ട് അവനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ്. ഇവൻ നമ്മുടെ മക്കളാണ്, അമ്മച്ചിമാരുടെ കൊച്ചുമക്കളാണ്, കൊച്ചുമോനാണ്. ഇവൻ ഏറ്റവും സ്നേഹത്തോടെ അപ്പച്ചന്മാരും ഒക്കെ കരുതലോടെ അവനെ നോക്കണം. അവൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവസഭ മുന്നോട്ട് നോക്കും. അവൻ ഏറ്റവും നല്ലൊരു ആത്മീകനായിട്ട്, ഏറ്റവും ബെസ്റ്റായിട്ട് മുന്നോട്ട് വരണം. അതാണ് നമ്മുടെ ആഗ്രഹം. അവനെ ആത്മീകനായിട്ട് മോനെ ഇറങ്ങിപ്പോകുന്നു ചെയ്യരുത് കേട്ടോ. ഇറങ്ങിപ്പോകുന്നു ചെയ്യരുത്. നിൽക്കണം, ദൈവത്തിന് അടുത്ത വിശ്വസ്തനായിട്ട് നിൽക്കണം. വരുമ്പോൾ കമ്മൽ എന്തേ കളഞ്ഞു, ഇപ്പോൾ ഊരി കളഞ്ഞു. കമ്മലൊക്കെ ഇട്ടാണ് വന്നത്. അവൻ ദൈവത്തിന് വേണ്ടി നിൽക്കട്ടെ. ഐ ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കും കേട്ടോ. ശരി.